Praise the Lord. Hallelujah. 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 Glory to God. Glory to God. Glory to God. Glory to God. കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും, യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. കർത്താവിൻ്റെ മഹത്വം 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. Hallelujah, 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 hallelujah. Praise the Lord Jesus. Thank you, Holy Spirit. കർത്താവേ അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. രക്തത്താൽ ചെയ്യും, യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. Praise the Lord, praise the Lord. Hallelujah, hallelujah. Praise the Lord. റോസ് ഫാമിലി പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ഗ്രൂപ്പിൽ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദൈവമക്കളെ ഞാനൊരു വലിയ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് വന്നതല്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കണം. അതിനുശേഷമായി അല്പനിമിഷങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, റോസ് ഫാമിലി പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ഉടലെടുത്തത് ഇന്നലെയാണ്. പ്രിയരെ, ഇന്നലെയാണ് ഈ ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. കർത്താവിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പ് വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന തന്നെ ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്, ദൈവത്തിന്റെ വലിയ സാന്നിധ്യമാണ്, അല്ലാതെ ഒന്നുമല്ല. എൻ്റെ പ്രിയര്, നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ പ്രശംസകളോ പുകഴ്ചകളോ ഒന്നും അല്ല. പിന്നെയോ എൻ്റെ അപ്പൻ എന്നെ നിർത്തിയിരിക്കുന്നതാണ്. ആ അപ്പന്റെ വലിയ ദയവും അപ്പന്റെ കൃപയും മാത്രമാണ് എന്നത് ഞാൻ ഈ സമയം സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് ഒരു റോസ് ഫാമിലി FB പേജ് ഉണ്ട്. അതില്ലാതെ തന്നെ റോസ് ഫാമിലി ഫെയ്ത്ത് FB പേജ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പേജ് കൂടെ ഇതിനുണ്ട്. മാത്രമല്ല റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. 2 വർഷമായിട്ട് നടക്കുന്ന പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. ആകയാൽ ഇതെല്ലാം റോസ് ഫാമിലിയുടെ തന്നെയാണ്. ആകയാൽ ദൈവജനം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ ആത്മീക ശുശ്രൂഷ രംഗത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ താഴ്മയോടുകൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ ആ മഹനീയമായ ശുശ്രൂഷ അത് വിശാലതയിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ക്രമീകരണം എനിക്ക് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവജനം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് എൻ്റെ അഡ്മിന്മാരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ അഡ്മിന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് പ്രിയ സാജി ബ്രദറുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ നമ്മളാൽ എന്ത് ചെയ്യാൻ കഴിയും? കർത്താവിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നമുക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ അത് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി തന്നെ ചെലവഴിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി പഴയ ഒരു പാട്ടിന്റെ, അതായത് ഒരു തമിഴ് ഗാനം ഒന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവർ രക്ഷകരമാകിയ യേശു ക്രിസ്തുവിൻ ഇണയറ്റ നാമത്തിൽ അൻപിൻ വാഴ്ത്തുதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, ரோஸ் ஃபேமிலி பிரார்த்தனா குரூப் என்கிறதான பேரில் ஒரு புதிய குரூப் ஒன்றை நான் கிரியேட் பண்ணினேன். கடந்த தினத்தில் கர்த்தர் இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பத்தை தேவன் எனக்கு கொடுத்ததற்காக என் தேவனுக்கு நன்றி செலுத்துகிறேன். என்னோட எந்த விதமான டேலண்டுகளோ ஒன்றும் இல்லை என்பதை இந்த நாளில் நான் அறிவிக்கிறேன். இது கர்த்தரால் வந்தது என்றுதான் நான் சொல்லணும். தேவனால் உடல் எடுத்தது, தேவன் தான் இதற்கு முன்பதாக இருக்கிறது என்பதை இந்த நாளில் நான் உங்களுக்கு அறிவிக்கிறேன். கர்த்தர் உங்களை அனைவரும் ஆசீர்வதிப்பாராக. இந்த ஜெபக்குழு மூலமாக அநேகருக்கு சமாதானத்தையும் சந்தோஷத்தையும்
மகிழ்ச்சியை கொண்டு வரக்கூடிய ஒன்றாக இருக்க போகிறது என்பதை நான் அறிவிக்கிறேன். அதற்காக நான் வாஞ்சிக்கிறேன், நான் ஜெபிக்கிறேன். நீங்களும் என்னோடு இணைந்து கொள்ளுங்கள். கர்த்தருடைய பிள்ளைகளே, தேவன் செய்த இந்த நன்மைகளை ஒரு பாடல் மூலமாக நமக்கு தேவனை பாடி மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். நீங்களும் வாருங்கள், என்னோடு கூட சேர்ந்து தேவனை துதிக்கலாமா? கர்த்தர் உங்களை அனைவரையும் ആശീർവദിപ്പാറാകെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇന്നു മുതൽ നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പില് എല്ലാ ഗ്രൂപ്പിന്റെയും മെസ്സേജസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ തന്നെ ഞാനത് ആരംഭിച്ചിട്ടുണ്ട് എന്നത് ഞാൻ അറിയിക്കുന്നു, സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു. എല്ലാ ഗ്രൂപ്പുകാരെയും എല്ലാ പേജുകാരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഹാർദവുമായി റോസ് ഫാമിലി പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ഈ അടിയന് ഇങ്ങനെ ഒരു സംരംഭം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്നതും ഞാൻ ഈ സമയം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരു തമിഴ് ഗാനത്തിന് ചില അടികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவிது போதாது, நாளும் போதாது, ஆயுள் போதாது. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. வாழ்வின் வழியை கால்கள் மீது தளர்ந்து வீழாமல், வாழ்வின் வழியை கால்கள் மீது தளர்ந்து வீழாமல் தாங்கி நடக்கின நினைக்கலையே என் கண்கள் நிறைகின்றதே. க்ளோரி. தாங்கி நடக்கின நினைக்கலையே என் கண்கள் நிறைகின்றதே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. பாபியம் என்னை மீட்டிட இயேசு கல்வாரியில் தனது. பாபியம் என்னை மீட்டிட இயேசு கல்வாரியில் தனது. ஜீவன் தந்தது நினைக்கலையே என் கண்கள் நிறைகின்றதே. க்ளோரி. ஜீவன் தந்தது நினைக்கலையே என் கண்கள் நிறைகின்றதே. ദൈവം ചെയ്ത, എല്ലാരും ചേർന്ന് പാടിയേ ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം ദൈവമക്കളെ. ദൈവം ചെയ്ത നന്മയല്ലേ ഇത്? അല്ലാതെ നമുക്ക് എന്താ പറയാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കരങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. പ്രൈസ് ദി ലോർഡ്. പാപിയം എന്നെ மீட்டிட இயேசு கல்வாரியில் தனது. பாபியம் என்னை மீட்டிட இயேசு கல்வாரியில் தனது. ஜீவன் தந்தது நினைக்கலையே என் கண்கள் நிறைகின்றதே. ஆமே. ஜீவன் தந்தது நினைக்கலையே என் கண்கள் நிறைகின்றதே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. ஆமே. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. ஆணிகள் காலில் அடிக்கப்பட்டது என் பேர்க்காயல்லோ. க்ளோரி. ஆணிகள் காலில் அடிக்கப்பட்டது என் பேர்க்காயல்லோ.
சிலுவையில் அன்பை நினைக்கலையே என் கண்கள் நிறைகின்றது. ஆமே, சிலுவையில் அன்பை நினைக்கலையே என் கண்கள் நிறைகின்றதே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. பொன்முடி சூடி தொங்க பெற்றது என் பேர் காயல்லோ. பொன்முடி சூடி தொங்க பெற்றது என் பேர் காயல்லோ. ஒவ்வொரு நாளும் நினைக்கலையே என் கண்கள் நிறைகின்றதே. க்ளோரி. ஒவ்வொரு நாளும் நினைக்கலையே என் கண்கள் நிறைகின்றதே. தெய்வம் செய்த ஹல்லேலூயா, பிரைஸ் தி லார்ட், நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. தெய்வம் செய்த நன்மைகளுக்கெல்லாம் நன்றி சொல்லிடுவே. நாவும் போதாது, நாளும் போதாது, ஆயுள் போதாது. നാവും പോതാത് നാളും പോതാത് ആയുൾ പോതാത്. പ്രൈസ് ലോർഡ്. ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളടയ്ക്കാമോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ ഈ വൈകിയ വേളയിൽ റോസ് ഫാമിലി പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയെ കർത്താവെ, അതിന്റെ മധ്യത്തിലായി പന്തക്കൊണ്ട് കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ്, ഇന്ന് ലൈവിൽ വന്നിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ എല്ലാവരെയും ഓർത്തടിയൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇനി കടന്നു വരുവാനുള്ളവർക്കായി സ്തോത്രം ചെയ്തു. വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകർക്കായി സ്തോത്രം ചെയ്തു. കർത്താവിന്റെ കൃപയാൽ എല്ലാവരെയും അപ്പച്ചൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ അപ്പച്ചൻ കഴുകി മുദ്രയിട്ടാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഗ്രൂപ്പ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരാശ്വാസമായി, ഒരു വിടുതലായി, ഒരു സമാധാനമായി തീരട്ടെ. ഇതിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് അപ്പച്ചൻ നിറയ്ക്കണം. ഓരോ ദിവസവും കർത്താവെ അനേക ദൈവദാസി ദാസന്മാർ ഇതിൽ ഇവിടെ കടന്നു വന്ന ശുശ്രൂഷകൾ ചെയ്തെടുപ്പാൻ കർത്താവ് സഹായിക്കണം. അങ്ങനെ വരവോളം വിശ്വസ്തരായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ തക്കോളം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് അല്പ നിമിഷം കർത്താവെ വചനത്തിന് മുൻപിൽ താണിരിപ്പാൻ അടിയനെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനത്തിന് മുൻപിൽ ആയിരിക്കുന്ന ദൈവജനത്തോട് കർത്താവ് മനസ്സിലിയണം. അവരോടൊപ്പം ഇടപെടണം. കർത്താവ് അവരോട് സംസാരിക്കണം. കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങളെയൊക്കെ ലൈവിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ ചിന്തിച്ചിരുന്നതേ അല്ല. എങ്കിലും കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്ര മാത്രം സ്തുതിച്ചാലാകും. നമ്മുടെ ദൈവത്തിന് അന്ന് എല്ലാവരും ഇരിക്കുന്ന ഇടത്തിലിരുന്നു കൊണ്ട് ഒരു ആമേൻ പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തി തന്നെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും ചേർന്ന് ഒരു ആമേൻ പറയാമല്ലോ. ദൈവം ചെയ്ത നന്മയാണിത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് ഒരല്പ നിമിഷം മാത്രം തിരുവചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു വലിയ മെസ്സേജിന് വേണ്ടിയല്ല. നമുക്ക് വലിയ മെസ്സേജ് നമ്മുടെ FB പേജില് കൃത്യം 5 മണിക്കുണ്ട്. അതുകൊണ്ട് ആരും അത് നഷ്ടമാക്കരുത് എന്ന് ദൈവനാമത്തിൽ ഞാൻ ഉറപ്പിക്കുന്നു. അതിനു മുൻപായി നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ദൈവജനമേ, ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുന്നത് എങ്ങനെ എന്നതാണ് ഈ പുതിയ ഗ്രൂപ്പില് ഇന്ന് ദൈവജനത്തോട് പറയുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുന്നത് എങ്ങനെ എന്ന വിഷയമാണ്. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങളെ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 1-ന്റെ 21, 22 വാക്യങ്ങളെ നമുക്ക് വായിക്കാം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചു കേട്ടത്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ
പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ് ദൈവമക്കളെ. ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു ചെറിയ 3-4 പോയിന്റുകൾ വളരെ ഷോർട്ടായിട്ട് അത് ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിക്കുക. നാം ക്രിസ്തുവിൽ എങ്ങനെ നിലനിൽക്കണം? പ്രിയരെ, നമുക്ക് ചില കഷ്ട നേരങ്ങളൊക്കെ വരും, പ്രയാസ നേരങ്ങൾ വരുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? നമ്മളെ കർത്താവ് വിശ്വാസത്തിൽ ഉറപ്പിക്കും. ഒന്നാമതായിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവങ്ങളെ, പരീക്ഷാ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ചോദനകൾ നിരന്തരം വരും. രോഗങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, ഇങ്ങനെ ലൈന വരും. ഇതൊരു ദൈവ പൈതലിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെ ഒരു ദൈവ പൈതൽ ഉറച്ചു നിൽക്കണം. എങ്ങനെയാ? വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കണം. ദൈവജനമേ, നമ്മുടെ കർത്താവ് ഈ സാഹചര്യങ്ങളൊക്കെ നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. ഈ നേരങ്ങളിലൊക്കെ കർത്താവ് നമുക്ക് വചനം തന്ന് നമ്മെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. യോശുവ 1:8, ഈ ന്യായ പ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടുന്നതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഏത് നേരവും ദൈവത്തിന്റെ ന്യായപ്രമാണം പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ദൈവ പൈതലിന്റെ ചിന്തയും പ്രവൃത്തിയും അതുപോലെ തന്നെ സംസാരവും. ഇങ്ങനെയാണ് നാം ദൈവം മുൻപാകെ നാം ആയിരിക്കേണ്ടുന്നത്. മാത്രമല്ല ദൈവ പൈതലെ, എപ്പോഴും നാം വചനം വായിച്ചു കൊണ്ടിരിക്കണം. എത്ര പേർ വചനം കേൾക്കുന്നവർ? എത്ര പേരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, നാം ഏതൊക്കെ നിമിഷങ്ങളിലാണ് വചനം വായിക്കുന്നത്? വചനം വായിക്കുവാൻ ഒരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു പുതിയ തീരുമാനമെടുക്കണം. കർത്താവേ, അങ്ങയുടെ വചനവുമായി ഞാൻ എപ്പോഴും പുസ്തകം വായിക്കും, ഞാൻ വേദപുസ്തകം വായിക്കും, ഞാൻ വായിക്കും, എന്റെ അപ്പനോട് ഞാൻ സംസാരിക്കും. അങ്ങനെ നാം ഒരു ഉറച്ച തീരുമാനമെടുക്കണം എന്റെ പ്രിയരെ. അതുപോലെ തന്നെ നാം ഒരിക്കലും നെഗറ്റീവ് തോട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? അധൈര്യത്തിന്റെ വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ, ദുഃഖത്തിന്റെ വാക്കുകൾ, ഇത് നടക്കുമോ നടക്കത്തില്ലയോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ നമ്മിൽ നിന്ന് മാറ്റിക്കളയണം. നടക്കുന്നില്ല, അഥവാ തടസ്സങ്ങളാണ്, ഇതുപോലുള്ള നെഗറ്റീവ് തോട്ടുകൾ നമ്മിൽ നിന്ന് മാറിപ്പോകണം. അതുപോലെ തന്നെ പിറുപിറുത്തുകൊണ്ടിരിക്കുക. ചില സഹോദരിമാർ കണ്ടിട്ടില്ലേ, ആ ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ അതുവരെ, നടക്കുന്നത് വരെ പിറുപിറുത്തുകൊണ്ടിരിക്കും. അതുപോലെ നിരാശയുടെ വാക്കുകൾ എപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കും. അതൊക്കെ സാത്താന്റെ തന്ത്രങ്ങളാണ് എന്നത് ദൈവമക്കൾ, ദൈവജനം അറിഞ്ഞുകൊള്ളണം. നമ്മുടെ ഭവനങ്ങളിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് പിശാചിനിടം കൊടുക്കരുത്. ദൈവമക്കളെ, പിശാചാണവൻ കൊണ്ടുവരുന്ന തന്ത്രമാണത്. അത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഉപദ്രവിക്കുന്ന വാക്കുകളോ ചിന്തകളോ നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെ ചിന്ത വന്നാൽ തന്നെ അത് പൈശാചിക ചിന്തയാണെന്ന് പറഞ്ഞിട്ട് പിശാച് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിലൊന്ന് ബലപ്പെടണം. ദൈവജനമേ, വേദപുസ്തകം പോയി വായിക്കണം. വായിച്ച് നാം ദൈവത്തിൽ വിശ്വാസം ഉറപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പൈശാചിക ചിന്തകൾ നമ്മിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ദൈവ പൈതൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ ഓർത്ത് തന്നെ പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം എങ്ങനെ ചെയ്യണം? നാം എന്ത് ചെയ്യണം? ദൈവം നമുക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. പ്രിയ ദൈവങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയരെ, വചനം ദൈവമാണ്, അഥവാ ലോഗോസ്. ദൈവം മുൻപാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദിനമായി മാറട്ടെ. വചനം നമ്മെ ഏത് പ്രതിസന്ധിയിലും ഏത് കഷ്ടനേരങ്ങളിലും വചനം നമ്മെ ഉറപ്പിക്കുവാൻ മതിയായതാണ്. കാരണം എന്താ? അത് ജീവനുള്ള വാർത്തകളാണ് അതിൽ നൽകപ്പെട്ടിരിക്കുന്നത്, കർത്താവിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന്, അഥവാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പരാജയത്തിന്റെ വാക്കുകളാണ് നമ്മൾ കടന്നു വരുന്നത്. അങ്ങ് അത് ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. ദൈവമക്കളെ, എന്താണ്? രക്ഷയില്ല, ഇനി എനിക്ക് ഒരു രക്ഷയുമില്ല, തീർന്നു, അതോടുകൂടി സകലതും തീർന്നു, ഞാൻ തോറ്റുപോകും, ഞാൻ ജീവിതത്തിൽ ഞാൻ തോറ്റു കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്കൊരു ജീവിതമില്ല, എന്റെ ജീവിതം തകർന്നു കഴിഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചന നിങ്ങളോടുള്ളത്, ഹല്ലേലൂയ, നാം ഒരിക്കലും അങ്ങനെ ചിന്തിച്ചുകൂടാ. അങ്ങനെ നാം ചിന്തിക്കാൻ പാടില്ല. ഒരു ദൈവ പൈതൽ, എന്റെ കർത്താവിന് കഴിയും.
പ്രൈസ് ദി ലോർഡ്. ഒരാമൻ പറഞ്ഞാട്ടെ, എന്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്. ഒരാമൻ പറയൂ ദൈവമക്കളെ, എന്റെ ദൈവം എനിക്കത് സാധിപ്പിച്ചു തരും. എന്റെ കർത്താവിന് കഴിയും. എന്റെ കർത്താവ് ഹല്ലേലൂയ സമ്പന്നനാണ്. എന്റെ കർത്താവ് ശ്രേഷ്ഠനാണ്. 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാണ് എന്റെ കർത്താവ്. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാൻ കഴിയും? ആ ദൈവത്തിലാണ് നമ്മൾ ഹല്ലേലൂയ ആശ്രയം വെച്ചിരിക്കുന്നത്. ആകയാൽ എന്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവമക്കളെ, നാം ചിന്തിക്കേണ്ടത് നിരാശയുടെ വാക്കുകൾ ചിന്തിക്കാൻ പാടില്ല. എന്റെ ദൈവം എനിക്കത് സാധിപ്പിച്ചു തരുമെന്ന് തന്നെ നാം ചിന്തിക്കണം. നാം വിശ്വാസത്തോടുകൂടെ ഉറച്ച് നമ്മളത് ഹല്ലേലൂയ പറയേണ്ടിയിരിക്കുന്നു. നാം എപ്പോഴും പറയണം, നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാവിൽ ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. എന്റെ കർത്താവ് എന്നോട് കൂടെയാ. എന്റെ അപ്പന്റെ സ്നേഹം എന്നോട് കൂടെയാ. എന്റെ അപ്പന്റെ സ്നേഹം എനിക്കറിയാം. എന്റെ അപ്പൻ എന്നെ കൈവിടത്തില്ല. എന്റെ അപ്പന്റെ ആ വലിയ സ്നേഹത്തിന് മുൻപിലാ ഞാൻ ആയിരിക്കുന്നത്. എത്ര പേർക്ക് ഉണരുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ചില കുഞ്ഞുങ്ങൾ എക്സാം എഴുതുമ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? ചില ചോദ്യത്തിന് ഉത്തരങ്ങൾ അവർക്ക് അറിയില്ല, ആൻസർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ആ ചോദ്യവുമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആലോചിച്ചിരിക്കും. പക്ഷെ അതിന് ആൻസർ ചെയ്യാൻ കഴിയുമോ? ഇല്ല. മറ്ററിയാവുന്ന ആൻസർ കിടക്കുക, അതിന് ആൻസർ കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ അവരുടെ ജീവിതത്തില് അവർ പരാജിതരായി കാണപ്പെടുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാമോ? അറിയാവുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ കൂടെ അവർക്ക് എഴുതാൻ കഴിയാതെ പോകുന്നു. ഇന്നൊക്കെ അനേകരുടെ ജീവിതത്തിലും അങ്ങനെയാ. ആവശ്യമില്ലാത്ത തോട്ടുകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നവരെന്നറിയാമോ? പാപത്തിന്റെ പടുകുഴിയിലേക്കാണ്. ഹല്ലേലൂയ. ദൈവജനം അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ എപ്പോഴും ഹല്ലേലൂയ നെഗറ്റീവ് തോട്ടുകൾ നമ്മിൽ നിന്ന് മാറ്റിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവം നമ്മെ ഉറപ്പിക്കുന്നത് വിശ്വാസത്തിലാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ ഉറപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊക്കെ വിധത്തിലാണ് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും. പ്രിയരെ, ഹല്ലേലൂയ. അത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ആഴ്ചയിൽ മാത്രം ഒരു പ്രാവശ്യം മാത്രം ആലയത്തിൽ പോയാൽ മതിയോ? ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം മെസ്സേജ് കേട്ടാൽ മതിയോ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപവസിച്ചാൽ മതിയോ? ഹല്ലേലൂയ. ദൈവ പൈതലേ, നാം ഏത് നിമിഷവും ഹല്ലേലൂയ നാം എങ്ങനെ അഭിഷേകത്തിന്റെ വല്ലമയിൽ വേണം നാം ജീവിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോകുമ്പോഴും പ്രാർത്ഥിക്കണം, ഇങ്ങോട്ട് വരുമ്പോഴും പ്രാർത്ഥിക്കണം, സഹോദരങ്ങളോട് സംസാരിക്കുമ്പോഴും ആ ദൈവത്തിന്റെ ആ മഹനീയമായ ആ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കണം ദൈവ പൈതൽ നാം ആയിരിക്കേണ്ടത്. അങ്ങനെയാണ് ഒരു ദൈവ പൈതൽ കാണപ്പെടേണ്ടത്. ഏത് നിമിഷവും നിറഞ്ഞ ഹൃദയമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാത്ത ചപ്പും ചവറും കുപ്പകളും ഒക്കെ കയറ്റിവെക്കാനല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, അതൊക്കെ ഇന്ന് എല്ലാം ക്ലിയർ ചെയ്തിരിക്കണം. എന്നിട്ട് കർത്താവിന്റെ വചനം ഒന്ന് സേവ് ചെയ്ത് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അത് നാം സേവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസം ഉണ്ടാകും. എത്ര നഷ്ടങ്ങൾ വരട്ടെ, എത്ര കഷ്ടങ്ങൾ വരട്ടെ, എത്ര തുമ്പങ്ങൾ വരട്ടെ, എത്ര തുയരങ്ങൾ വരട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ കാണുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ആകയാൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത് നാം ദൈവത്തിന് സാക്ഷ്യമുള്ളവരായി മാറണം. എത്ര പേർ, ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് സാക്ഷ്യമുണ്ട്? എത്ര പേർ അടുത്തുള്ള അയൽവാസികളോട് ദൈവത്തിന് വചനം പറയുന്നവരാണ്? എത്ര പേർ കൂട്ടുകാരോട്, നമ്മുടെ സ്നേഹിതരോട് സുവിശേഷം പറയുന്നു? എത്ര പേർ സഭയിൽ സാക്ഷ്യമുള്ളവരാണ്? എത്ര പേർ ദേശത്ത് സാക്ഷ്യമുള്ളവരാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, സാക്ഷ്യം ഇല്ലാതിരിക്കരുത്. ഒരു ദൈവ പൈതലെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യമുള്ള ഒരു ദൈവ പൈതലായി മാറണം. ഹല്ലേലൂയ. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നുണയും കുതിയും പറയുവാനല്ല പറഞ്ഞത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുവാനല്ല പറഞ്ഞത്. അതല്ല സാക്ഷ്യം എന്ന് പറയുന്നത്. ദൈവം ചെയ്ത നന്മകളെ, കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പക്വത നമുക്ക് പ്രാപിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് അനേകർക്കും ആ പക്വത ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സമശിഷ്ടങ്ങളെ കുറ്റം പറയുവാൻ തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ നാവിൽ അങ്ങനെ വാർത്തയെ വരരുത്. അത് ദൈവവചനം അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 1-8 വാക്യം ഇങ്ങനെ പറയുന്നു. പ്രവൃത്തി 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ആമേൻ എല്ലായിടത്തും
പ്രൈസ് ദി ലോർഡ്. ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം അനുഭവിക്കുന്ന, നാം പ്രാപിച്ചെടുത്ത ഈ ആത്മീക സന്തോഷം അഥവാ ഈ അഭിഷേകത്തിന്റെ ശക്തി നമ്മൾ മറച്ചു വെക്കുവാനുള്ളതല്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. സഹോദരനെ, പലരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ തന്നെ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചാൽ അത് ഗ്രൂപ്പ് ആകട്ടെ, പേജ് ആകട്ടെ, അത് പക്കത്ത് വീടാകട്ടെ, അത് നമ്മുടെ വീടാകട്ടെ, നമ്മുടെ സഹോദരന്റെ വീടാകട്ടെ, സഹോദരിയുടെ വീടാകട്ടെ, പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു അവസരം ലഭിച്ചാൽ ഹല്ലേലൂയ ദൈവ പൈതലേ, അത് നഷ്ടമാക്കരുത്. അതുപോലെ തന്നെ സാക്ഷീകരിക്കുവാൻ ഒരു അവസരം ലഭിച്ചാൽ അത് നഷ്ടമാക്കരുത്. കർത്താവിന് വേണ്ടി നീ ഏതെങ്കിലും ഒരു വിധത്തിൽ നീ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ, യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 47:12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. യെഹെസ്കേൽ 47:12 ഇങ്ങനെയാണ് പറയുന്നത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള പലവിധ സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ നാം വായിച്ച കേട്ടത് അല്ലെങ്കിൽ എനിക്ക് വിവരിക്കുവാനായിട്ട് സമയമില്ല, എങ്കിലും ഞാൻ നമുക്ക് 5 മണിക്ക് ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, എപ്പോഴും ഇല വാടാതിരിക്കും എന്നാണ് നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഇല വാടാതിരിക്കും. എവർ ഗ്രീൻ ഫോറസ്റ്റ്, എപ്പോഴും പച്ച നിറമായിരിക്കും. ഒരു ദൈവവിധനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. അവൻ പുഷ്ടി പ്രാപിച്ചവനായിരിക്കും. അഭിഷേകത്തിന് വല്ലമയുള്ള ഒരു വ്യക്തി പുഷ്ടി പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കും. ഏത് നിമിഷവും ഒന്ന് അടുത്ത് കൂടിയേ ഒരു 2 മിനിറ്റ് ആ വ്യക്തിയോട്, ഒരു അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിച്ചാൽ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ അത്ഭുതനാഥന്റെ വരവിനെ കുറിച്ച് സംസാരിക്കും, സഭയെ കുറിച്ച് സംസാരിക്കും, വിശ്വാസികളെ കുറിച്ച് സംസാരിക്കും, കൂട്ടുവിശ്വാസികളെ കുറിച്ച് സംസാരിക്കും. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ടോ അതാണ് സംസാരിക്കുന്നത്. മറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകള. ദൈവ പൈതലെ, അത് ദൈവം അനുശാസിക്കുന്നില്ല, ദൈവവചനം അനുശാസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇല വാടാത്ത വൃക്ഷം പോലെ നാം ആയിരിക്കണം. ദൈവ പൈതലെ, ഇല വാടാത്ത വൃക്ഷം പോലെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ അഭിഷേകം വരുമ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, നല്ല ഫലം എന്ന് പറഞ്ഞാൽ ദൈവ പൈതലാണെന്നൊക്കെ ഉള്ളത് മാറ്റിവെച്ചിട്ട് കെട്ട വാർത്തയൊക്കെ പറയാനല്ല പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാവിന്മേൽ ഉണ്ടാവരുത്, വരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വായ തുറക്കുന്നതിന് മുൻപ് തന്നെ ചിന്തിക്കണം, ഇത് ഇവിടെ ശരിയാകുമോ? ഇവിടെ ഇത് ചെലവഴിയുമോ? നമുക്കിത് പറയാമോ? നാം ഇത് പറയാൻ കൊള്ളുന്നതാണോ? ഇത് ദൈവവൈദ്യൻ അനുശാസിക്കുന്നതാണോ എന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെല്ലാവരും ഒന്ന് ചിന്തിച്ചതിന് ശേഷമേ സംസാരിക്കാവൂ. അല്ലെങ്കിൽ അല്പം ലേറ്റ് ആയാലും സാരമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടുവിശ്വാസി നമ്മളെ കാണുമ്പോൾ ഓർക്കും, അവർക്ക് എന്തോ വായിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അതാ ലേറ്റ് ആകുന്ന. സാരമില്ല, കുഴപ്പമില്ലെന്നേ. ഹല്ലേലൂയ. ആണാലും നമ്മുടെ വായി തുറക്കുമ്പോൾ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാവിന്മേൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ദൈവനാമത്തിൽ ഉറപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ എല്ലാം വചനാടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് ഇപ്പോൾ എന്താ കർത്താവ് പറഞ്ഞതറിയാമോ? ഇപ്പോൾ പിടിച്ച മീൻ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇന്നലത്തേതും മിനിഞ്ഞാന്നത്തേതും ഒന്നുമല്ല, ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മീനൊന്നും അല്ല കർത്താവ് ചോദിക്കുന്നത്. പിന്നെയോ സ്നേഹിത സഹോദരനെ, സഹോദരിയെ, കർത്താവ് പറയുന്നത് ഇപ്പോൾ, ജസ്റ്റ് നൗ, ഇപ്പോൾ പിടിച്ച മീൻ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാ കർത്താവ് പറഞ്ഞത്. ആകയാൽ ജീവനുള്ള മീനാ കൊണ്ടുവരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം? വലയിറക്കണം, ആഴത്തിലേക്ക് വലയിറക്കണം. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ഒരുങ്ങി നാം കടന്നു വരണം. ദൈവ പൈതലെ, അങ്ങനെ നാം വരുമ്പോൾ അനേകരെ അല്ലെങ്കിൽ കർത്താവ് ചോദിക്കുന്ന ഉടൻ തന്നെ അതോ ഇത് ഇപ്പൊ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുവാൻ കൊണ്ട് നാം ഓരോരുത്തരും പ്രാപ്തരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവ പൈതലെ, ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ മീൻ പിടിച്ചു? മീൻപില്ലം പിടിച്ചോ? ഒരാത്മാവിനെങ്കിലും കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നമ്മുടെ പ്രാർത്ഥനയിൽ എത്ര പേർ രോഗസൗഖ്യമുണ്ടായി? ആമേൻ. സഹോദരങ്ങളെ, ഹല്ലേലൂയ. ആകയാൽ ഇതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ അഭിഷേകം, ഹല്ലേലൂയ, ഒരുവനെ എങ്കിലും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ഒരു ഭാവി
മാനസാന്തരപ്പെടട്ടെ. നമ്മുടെ പ്രാർത്ഥന, ഒരു രോഗി രക്ഷ പ്രാപിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മൂന്നാമതായിട്ട് ഹല്ലേലൂയ, കർത്താവ് ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുന്നത്, ഹല്ലേലൂയ, അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവമക്കളെ, ഹല്ലേലൂയ, 2 കൊരിന്ത്യർ നമ്മൾ വായിച്ചു, 1:21-22 നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ദൈവവൈദ്യരെ അവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്, പാതാളത്തെയും മരണത്തെയും ജയിച്ചവനായി, പ്രൈസ് ദി ലോർഡ്, റോമൻ ഗവൺമെന്റിന്റെ മുദ്രകളെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവൈദ്യരെ, എത്ര പേർ ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ഇടപ്പെട്ടവരാണ്? ഞാൻ എന്റെ കർത്താവിനാൽ ഹല്ലേലൂയ മുദ്രയിടപ്പെട്ട വ്യക്തിയെന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നവർ എല്ലാവരും ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് ആമേൻ പറയുവാൻ കഴിയുമോ? കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മളെ വില കൊടുത്ത കർത്താവ് മുദ്രയിട്ടിരിക്കുക. ദൈവമക്കളെ, ആ അപ്പന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ രക്തത്താൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് അഭിഷേകമെന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അച്ചാരം തന്നിരിക്കുകയാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എന്തിന്റെ അച്ചാരമാണ്? ഒന്ന് നമ്മൾ വായിച്ചു, 2 കൊരിന്ത്യർ 1:22 വരുമ്പോൾ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പരിശുദ്ധാത്മാവെന്ന അച്ചാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വഴിയാണത്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ക്രിസ്തുവിൽ അല്ലെങ്കിൽ ഒരുവൻ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് അഭിഷേകമെന്ന ആ വല്ലമൈ, അഭിഷേകമെന്ന ആ ഒരു വഴി, ആ ഒരു വേ നമുക്ക് വേണം. ആ ഒരു വഴിയിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്ത്, കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, ഒരു ഓഫീസ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ആകട്ടെ, ഹോസ്പിറ്റൽ ആകട്ടെ, ഇവിടൊക്കെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവമക്കളെ പെർമിഷൻ വേണം, അനുവാദം വേണം. പ്രൈസ് ദി ലോർഡ്. അനുമതി വേണം. എന്നാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, ക്രിസ്തുവിലേക്ക്, എന്റെ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ, ആത്മാവെന്ന അച്ചാരം നാം വാങ്ങിയിരിക്കണം. അത് നമ്മൾ ലഭിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. ആകയാൽ ദൈവ പൈതലേ, മണവാളനായി ക്രിസ്തു, ആമേൻ ഹല്ലേലൂയ, മണവാട്ടിയെ ചേർക്കുവാൻ പരിശുദ്ധാത്മാവെന്ന അടയാളം, ആ ഒരു അച്ചാരം നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിച്ചത്. പ്രിയ ദൈവമക്കളെ, ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത്, കർത്താവ് നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു വിശ്വാസത്താൽ. പ്രൈസ് ദി ലോർഡ്. വചനം എന്ന വിശ്വാസത്താൽ, വചനത്തിലൂടെ തന്നെ കർത്താവ് നമ്മെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ദൈവമക്കളെ, അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് അഭിഷേകം തന്ന് നമ്മളെ ഉറപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് നാം ചിന്തിച്ചത്, ആ കർത്താവിന്റെ രക്തത്താൽ നമ്മളെ മുദ്രയിട്ട് ഉറപ്പിക്കുകയാണ്. നാലാമതായിട്ട് ദൈവവൈതലേ, ഹല്ലേലൂയ, ആത്മാവെന്ന അച്ചാരം തന്ന കർത്താവ് നമ്മളെ ഉറപ്പിക്കുകയാണ്. ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഈ കേട്ട വചനത്തിന് മുൻപിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാഥ കർത്താവേ, അപ്പാ, ഞങ്ങൾ കേട്ടതുപോലെ അപ്പാ, ക്രിസ്തുവിൽ ഞങ്ങൾ ഓരോ ദിവസവും ഉറപ്പുള്ളവരായി തീരണം. ക്രിസ്തുവിൽ വചനമെന്ന പാൽ കുടിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ വളരുന്നവരായി തീരണം. ആത്മാവിന്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങൾ നിറയുന്നവരായി തീരണം. ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിടപ്പെടുന്നവരായി തീരണം. കർത്താവെ, ആത്മാവെന്ന അച്ചാരത്താൽ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് നിലകൊള്ളുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രയർ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ കർത്താവ് കഴുകി മുദ്രയിട്ടാട്ടെ. ഓരോ ദിവസവും ഇന്നു മുതൽ കർത്താവെ, ഇനി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, ഹല്ലേലൂയ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ചു കൊള്ളണം. അതുപോലെ തന്നെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ കർത്താവെ, വരവിൽ പ്രത്യാശയുള്ളവരായി തീരേണ്ടതിനാ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളെ ഒരുക്കി താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. സകലവിധ നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. റോസ് ഫാമിലിയുടെ എല്ലാ അഡ്മിന്മാർക്കും പ്രത്യേകിച്ച് എന്റെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇതുവരെയും വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിലൂടെ നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയുവാനുള്ളത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രയർ ഗ്രൂപ്പാണിത്, പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ഇതിൽ വചനം ഘോഷിക്കുവാനും ഒക്കെ ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനുള്ളത്, കൃത്യം 5 മണിക്ക്, പ്രൈസ് ദി ലോർഡ്, കൃത്യം 5 മണിക്ക് നമ്മുടെ റോസ് ഫാമിലിയുടെ FB പേജില്
വചന ശുശ്രൂഷ ഉണ്ടായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരും കടന്നു വരണമേ എന്നും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകളിൽ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ്. സ്തോത്രം.